നമസ്കാരം. ചാനൽ പ്ലസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത ശങ്കർ. പ്രധാന വാർത്തകൾ. അഹാഡ് ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. 36 ജീവനക്കാരെ 3 മാസത്തിനകം ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഒളിവിൽ കഴിഞ്ഞ 2 കൊലക്കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പിഞ്ചുകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന പിതാവും ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയും. ചാളയൂർ ഊരിലെ വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. വീടുകൾ പുതുക്കിപ്പണിയണമെന്ന് ഊർ നിവാസികൾ. താളപ്പെരുക്കങ്ങളുമായി കുട്ടിക്കുറുമ്പന്മാർ. ചാനൽ പ്ലസ് വഴിയോര കാഴ്ച. വാർത്തകൾ വിശദമായി. അഹാഡ്സിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് പിരിച്ചുവിട്ട 36 ജീവനക്കാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവായി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഹാഡ്സ് ഓഫീസിനുള്ളിൽ സമരം ചെയ്തതിനെ തുടർന്നാണ് 36 ജീവനക്കാരെ പുറത്താക്കാൻ അഹാഡ്സ് തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥരുടെ നിലപാട് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. പിരിച്ചുവിട്ട ജീവനക്കാർ അഹാഡ്സ് നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ജീവനക്കാർ നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി ഉത്തരവായത്. പിരിച്ചുവിട്ട ജീവനക്കാരെ 3 മാസത്തിനകം തിരിച്ചെടുക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പിഞ്ചുകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ 1.5 വർഷത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. താവളം സ്വദേശി സുരേഷിനെയാണ് പാലക്കാട് നിന്നും അഗളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2009 ഡിസംബറിലാണ് 3 ദിവസം പ്രായമുള്ള പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കൃഷിയിടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ പാടവയലിൽ കണ്ടത്. കമ്പിളിയിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച മൃതദേഹം പട്ടികൾ കടിച്ചു വലിക്കുന്നത് കണ്ട സമീപവാസികളാണ് പോലീസിനെ വിവരമറിയിച്ചത്. പാടവയൽ സ്വദേശിനിയായ ശാലിനി എന്ന യുവതിയുടേതാണ് കുഞ്ഞെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ശാലിനിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സുരേഷുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്ന യുവതിയും സുരേഷും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു കേസിൽ പ്രതിയായിരുന്ന സുരേഷ് കോടതിയിലെത്തുന്ന വിവരമറിഞ്ഞ് അഗളി സിഐ വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും ഇത് ജീവനുള്ള ശിശുവായിരുന്നു, പ്രോപ്പർ ജീവനുള്ള ശിശുവായിരുന്നു. അത് കരഞ്ഞുകൊണ്ടാണ് സ്മോദർ ചെയ്തത്. അപ്പൊ അവിടെ അബൂബക്കറിന്റെ പുറത്തൊരു ഈ സ്ഥലം ഞാൻ പോയിട്ടില്ല. അബൂബക്കറിന്റെ പ്രോപ്പർട്ടി ഉണ്ട് ഈ പാടവയിൽ ഭാഗത്ത്. അബൂബക്കറിന്റെ പ്രോപ്പർട്ടിയുടെ അത് സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ അവർ നോക്കിയപ്പോൾ കമ്പിളി കണ്ടത്. കമ്പിളിയുടെ ഈ ബേബിയുടെ കാലിനെ ഇങ്ങനെ പോന്നിട്ടുള്ളൂ. അപ്പൊ കാലിങ്ങനെ പുറത്തിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പുതൂർ പഞ്ചായത്തിലെ ചാളയൂർ ഊരിൽ വീടുകൾ കാലപ്പഴക്കം കൊണ്ട് തകർച്ചാ ഭീഷണി നേരിടുന്നു. 20 വർഷത്തോളം പഴക്കമുള്ള വീടുകളാണ് ഊരിലുള്ളത്. 42 കുടുംബങ്ങളുള്ള ഊരിൽ 22 വീടുകളാണ് നിലവിലുള്ളത്. 2 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള വീടുകൾ പലതും പൊട്ടിത്തകർന്നു തുടങ്ങി. തകർച്ചാ ഭീഷണി മൂലം ഊരിലെ 8 വീടുകളിൽ ആൾതാമസവുമില്ല. വീടുകളുടെ ദയനീയ സ്ഥിതിക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെടുമ്പോൾ റിപ്പയർ ചെയ്യാൻ തുച്ഛമായ തുക നൽകി അധികൃതർ കൈയൊഴിയുകയാണെന്ന് ഊര് നിവാസികൾ പരാതിപ്പെടുന്നു. വീടുകൾ പുതുക്കിപ്പണിതു നൽകണമെന്ന് ഊര് നിവാസികളുടെ ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പലയൂർ എന്ന സ്ഥലത്ത് ആകെ ഒരു 37 വർഷം പഴക്കമുള്ള 22 വീടുകൾ ഉണ്ട്. അതില് 8 വീട്ടില് താമസമില്ല. ആ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ വീടുകളിലും എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ റിപ്പയർ അനുവദിച്ച് കിട്ടിയാൽ തന്നെ അത് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ കോസ്പോർട്ട് നിർമ്മിതമായിട്ട് കെട്ടിയിട്ടുള്ള 14 വീടുണ്ട്. അതിൽ ഒരു പുറം ഭാഗം മാത്രം കല്ലുകൊണ്ടും തേക്കില്ലാത്ത കെട്ടിടങ്ങളാണ്. അത് മഴക്കാലത്ത് കംപ്ലീറ്റ് ചോർന്നിരിക്കുന്നത്. പ്രധാന ആവശ്യം ഇവിടെ വെള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിരുന്നാൽ തന്നെ വീടിന്റെ 42 കുടുംബങ്ങളുണ്ട്. മേലെ അബ്ബണ്ണൂരിൽ 1 വർഷം മുൻപ് ആദിവാസി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2010 മേലെ അബ്ബണ്ണൂർ ഊരിന് സമീപം മലയിൽ വഞ്ചി എന്ന സ്ത്രീയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തിയിരുന്നു. വഞ്ചിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് മരുതൻ ഒളിവിലായിരുന്നു. പുതൂരിൽ നിന്നാണ് അഗളി സിഐ വിനോദ സംഘവും പ്രതിയെ പിടികൂടിയത്. മരണത്തിന് ശേഷം ഇവന്റെ പ്രസൻസ്, മരുതന്റെ പ്രസൻസ്, മരുതനാണ് പ്രധാന പേര്, മരുതന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല.
മറ്റേ ക്രിമേഷൻ സമയത്ത് വേറൊന്നുമില്ല. അപ്പൊ ഇതിന് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, മരുതൻ വന്ന് എന്നോട് പറഞ്ഞ് വിഷം കഴിച്ച് കിടക്കുന്നു എന്നാണോ എന്ന് പറഞ്ഞത്. 2-3 ദിവസം കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം രാവിലെ വന്ന് എന്റെ ഭാര്യയുടെ വിഷം കഴിച്ച് കിടക്കുന്നു. ഒരു ദിവസം വൈകിട്ട് ഭാര്യ വിഷം കഴിച്ച് കിടന്നു. ഇവർ പോയ സമയത്ത് പട്ടി ഇങ്ങനെ ഡെഡ് ബോഡിനെ കടിച്ചുകൊണ്ടിരുന്ന സീനാണ്. അപ്പൊ ഇവർക്ക് ഡെഡ് ബോഡി കാണാൻ മാനസികമായിട്ട് ഒരു വിഷമമുള്ള കൂടുതലാണ്. അപ്പൊ എന്നിട്ട് ഇവൻ കൃഷ്ണൻ പറഞ്ഞു നീ വീട്ടിലിരിക്കും എന്ന് പറഞ്ഞിട്ട് 2-3 കൈമരം വിളിച്ചുകൊണ്ട് പോവാണ് ഇത് കാണാനായിട്ട്. തിരിച്ചു വന്നപ്പോഴേ വേദനിക്കാം. അപ്പൊ കൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റിലും ഇവരെ കുറിച്ച് പറയുന്നുണ്ട്, വള്ളിയുടെ ഭാര്യയെ ഭർത്താവ് മരുതൻ അതിനുശേഷം കാണാൻ വന്നു. ഇവർ താമസിച്ച ഒരു നാഗി 30 എന്ന് പറഞ്ഞൊരു 30ന്റെ വീട്ടിലാണ്. നാഗി സ്റ്റേറ്റ്മെന്റിലും പറയുന്നുണ്ട് ഈ 2 ദിവസമായിട്ട് ഒരു വഴക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു. ഒരു മദ്യപാനികളാണ്, ഭാര്യയും ഭർത്താവും മദ്യപിക്കും. അപ്പൊ വഴക്കായിരുന്നു. അപ്പൊ ഇങ്ങേര് കൃഷ്ണന്റെ അമ്മയാണ് ഈ നാഗി. അപ്പൊ കൃഷ്ണനെ കാണാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, ഇനി മേലെ എന്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ വീട്ടിൽ കാണരുത്, നിങ്ങൾ വേറെ വീട് വെച്ച് അങ്ങോട്ട് മാറിപ്പോകണമെന്ന് പറയുകയുണ്ടായി. അപ്പോഴങ്ങനെ ഇവര് പിറ്റേ തിരിച്ചു വരുമ്പോൾ മാറണമല്ലോ. എന്ത് പുല്ലരി എന്റെ മേൽക്കൂല മേയാനായിട്ട് ആ പുല്ലരിയാനായിട്ട് അവർ പോയി. പോകുന്ന സമയത്ത് അങ്ങോട്ട് സംസാരം അരിവാള് കത്തി വെച്ചിട്ട് ഇങ്ങനെ വെട്ടുകയാണ്. വെട്ടി ഇങ്ങനെ വലിയാണ്. അപ്പൊ ഈ ഭാഗവും ഈ അപ്പർ ചെസ്റ്റും അബ്ഡമന്റെ കുറച്ച് പോർഷൻ കീറി ശരിക്കും ബ്ലഡ് ലൂസ് ചെയ്താൽ മരണപ്പെടുന്നു. എന്നിട്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റില് ശരിക്കും അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അന്നെടുത്ത നൈറ്റീസ് അതിൽ നോക്കിയപ്പോഴത് മാർക്കുണ്ട്, വെട്ടിയ മാർക്കില്ല. ഇവനൊന്ന് കറക്റ്റായിട്ട് കണ്ടത്. കാരണം ഇവൻ പറയാത്ത കാരണം വെച്ചാൽ ഇവൻ പറഞ്ഞ് പിടിവലി കൂടിയതുകൊണ്ടാണ് പറയാത്തത്. 1. 2 എന്ന് പറഞ്ഞാൽ ഞാൻ വിഷം കഴിച്ചെന്ന് പറയാൻ കാരണം എന്താ, വിഷം കഴിച്ചെന്ന് പേടിച്ചാണ് പറഞ്ഞത്. 3 അവൻ ആ സംഭവ സ്ഥലത്ത് അതിനുശേഷം പോയിട്ടേയില്ല. അങ്ങനെ പുതൂര് വെച്ചിട്ടാണ് മറ്റേ പുതൂരൊരു തമിഴിന്റെ ഉത്സവം, ആ ഉത്സവത്തിനാണ് ആകസ്മികമായി കാണുന്നത്. അഹാഡ്സിന്റെ കാലാവധി നീട്ടണമെന്നും ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് വോളണ്ടിയർമാർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം അയച്ചു. ജൂൺ 30-ന് പ്രൊജക്ടിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ അട്ടപ്പാടിക്കാരായ 200ഓളം ജീവനക്കാരുടെ ഭാവി ഇരുളിലാവുമെന്ന് കാണിച്ചാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, അഹാഡ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് വോളണ്ടിയർമാർ നിവേദനം നൽകിയിട്ടുള്ളത്. 1995 മുതൽ അട്ടപ്പാടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അഹാഡ്സ് ജൂൺ 30ഓടുകൂടി അഹാഡ്സിന്റെ പ്രവർത്തനം നിർത്താനുള്ള തീരുമാനമാണ് നിലവിൽ വന്നിരിക്കുന്നത്. മാർച്ച് 15 വരെയായിരുന്നു അഹാഡ്സിന്റെ കാലാവധി ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഇത് ജൂൺ 30 വരെ ആക്കി തരികയുണ്ടായി. പക്ഷേ നിലവിൽ അഹാഡ്സിൽ 200ഓളം വരുന്ന ദിവസവേതനാടിസ്ഥാനത്തിൽ ഓണറിനെയും പറ്റിക്കൊണ്ട് കൺസോളിഡേറ്റഡ് പേയ്മെന്റ് വാങ്ങുന്ന 200ഓളം വരുന്ന ജീവനക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് 1 വർഷത്തോളമായി ഇൻക്രിമെന്റോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇത്തരം ഈ ഒരു സാഹചര്യത്തിൽ ജൂൺ 30-ന് അഹാഡ്സിന്റെ പ്രവർത്തനം നിർത്തിപ്പോകുമ്പോൾ അട്ടപ്പാടിക്കാരായ +2 വരെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സാഹചര്യം അനുസരിച്ച് +2 വരെ അല്ലെങ്കിൽ PHSC വരെ പഠിച്ച അട്ടപ്പാടിക്കാരായ ജീവനക്കാരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ ഓണറേറിയം എന്ന് പറയുന്ന പൈസ. വളരെ തുച്ഛമായ പൈസ വാങ്ങിച്ചുകൊണ്ട് ഓണറേറിയമായി മേടിച്ചുകൊണ്ട് അട്ടപ്പാടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച, ജനങ്ങളുമായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച 200ഓളം വരുന്ന ജനങ്ങളുടെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ പ്രശ്നത്തിന് യാതൊരുവിധ പ്രതിവിധിയും കാണാതെ അല്ലെങ്കിൽ യാതൊരുവിധ ആനുകൂല്യവും നൽകാതെയാണ് അഹാഡ്സ് നിർത്തലാക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഹാഡ്സ് വോളണ്ടിയേഴ്സ് വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ, അതുപോലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്ക് നമ്മൾ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഇന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടി അവർക്കും ഇവർക്കൊക്കെ നമ്മൾ നമ്മളുടെ പരാതി അയച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനം അവർ എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 200ഓളം വരുന്ന അട്ടപ്പാടിയിലെ ജീവനക്കാർ അഹാഡ്സിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ട് അവരുടെ കുടുംബം ജീവിച്ചു വരികയായിരുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കുമ്പോൾ ഒരു പുതിയ പണി അന്വേഷിക്കുന്നതിന് സാഹചര്യം, അതായത് വയസ്സിന്റെ ഒരു പ്രശ്നം വരുന്നു. പലർക്കും PSC എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ പുറമെ ഒരു സ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഓവറേജ് ആയതുകൊണ്ട് പുതിയൊരു നല്ല ജോലി കിട്ടാനുള്ള സാഹചര്യക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അട്ടപ്പാടിയുടെ സാമ്പത്തിക പശ്ചാത്തലം അഹാഡ്സ് നിന്നുപോയാൽ ഇതിനൊക്കെ വലിയൊരു ഇടിവ് സംഭവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയൊരു വഴിയോര കാഴ്ച.
പുതൂർ പഞ്ചായത്തിലെ ഇലച്ചിവഴി ഊരിന് സമീപത്തു നിന്നും ചാനൽ പ്ലസ് ക്യാമറ ഒപ്പിയെടുത്തതാണ് ഈ ദൃശ്യങ്ങൾ. അണ്ണാൻ കുഞ്ഞിനെ ആരും മരം കയറ്റം പഠിപ്പിക്കേണ്ടതില്ല. മണ്ണിന്റെ മക്കളുടെ ഈ ഇളം തലമുറക്കാർ താളപ്പെരുക്കങ്ങൾ തീർക്കുന്നത് തുകലിൽ തീർത്ത ചെണ്ടയിലോ ലോഹച്ചേങ്ങിലയിലോ അല്ല, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കന്നാസുകളിലും ചളുങ്ങിയ സ്റ്റീൽ പ്ലേറ്റുകളിലുമാണ്. പാഴ്വസ്തുക്കളിൽ മരക്കമ്പുകൾ കൊണ്ട് ഇവർ തീർക്കുന്ന നാദവിസ്മയം ആരുടെയും ശിക്ഷണത്തിലൂടെ സ്വായത്തമാക്കിയതല്ല. കേട്ട് പഴകിയ താളവട്ടങ്ങൾ നാദപ്പെരുമഴയായി പെയ്യുകയാണ്. ശിങ്കാരിമേളത്തിന്റെ ഉച്ചസ്ഥായിലേക്കാണ് ഈ കുട്ടിക്കുറുമ്പന്മാർ കൊട്ടിക്കയറുന്നത്. ഗോത്രവർഗ ജനതയുടെ രക്തത്തിലലിഞ്ഞ താളവും ശ്രുതിയും പുതുതലമുറയുടെ കലാകാരന്മാരിലൂടെ വളരട്ടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഹാഡ് ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. 36 ജീവനക്കാരെ 3 മാസത്തിനകം ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഒളിവിൽ കഴിഞ്ഞ 2 കൊലക്കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പിഞ്ചുകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന പിതാവും ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയും. ചാളയൂർ ഊരിലെ വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. വീടുകൾ പുതുക്കിപ്പണിയണമെന്ന് ഊർ നിവാസികൾ. താളപ്പെരുക്കങ്ങളുമായി കുട്ടിക്കുറുമ്പന്മാർ. ചാനൽ പ്ലസ് വഴിയോര കാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.